ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ് പൂരി. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു മസാല കറിക്കൊപ്പം വിളമ്പുന്നതിനാൽ ഇതിനെ പൂരി മസാല എന്നും പൂരി ബാജി എന്നും അറിയപ്പെടുന്നു. ചൂടായ എണ്ണയിൽ നല്ല ബലൂൺ പോലെ പഫ്ഡപ്പായി വരുന്ന പൂരിയുടെയും അതിനൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയുടെയും റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇതിനായി 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 3 ടേബിൾ സ്പൂൺ റവയാണ്. നിർബന്ധമായി ഇത് ചേർത്തിരിക്കണം കേട്ടോ, കാരണം പൂരിക്ക് നല്ല ക്രിസ്പിനെസ്സും പഫിനെസ്സും തരുന്നത് ഈ റവയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ടൈറ്റായി തന്നെ ഇത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായി ബ്രഷ് ചെയ്ത ശേഷം ഒരു മൂടി കൊണ്ട് മൂടി 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് വേണ്ട മസാലക്കറി ഉണ്ടാക്കാം. ഇതിനായി 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് 1.5 സവാള കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ റെഡിയാക്കി വെക്കണം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറും വരെ നന്നായി വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കളറിന് വേണ്ടി മാത്രം 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ സമയം ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഇതിപ്പോൾ കറക്റ്റ് തിക്നെസ്സിലാണ് കറി കിട്ടിയിട്ടുള്ളത്. അവസാനമായി കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഓരോന്നായി വറുത്തെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം പൂരിയുടെ മാവ് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക. എന്നിട്ട് ചപ്പാത്തി പലകയിൽ പൊടിക്ക് പകരം കുറച്ച് എണ്ണ മാത്രം തടകിയ ശേഷം ഓരോ ഉരുളകളും തിക്നെസ്സോടുകൂടി പരത്തിയെടുക്കുക. ഏതാണ്ട് ഒരു കൈപ്പത്തി വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട ശേഷം ഇതൊന്ന് പഫി ആക്കാനായിട്ട് അനുവദിക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു മെഷർമെൻറ്റിലാണ് പൂരികൾ എടുക്കുന്നതെങ്കിൽ 20 പൂരിയോളം നമുക്ക് കിട്ടുന്നതാണ്. ബാക്കിയുള്ള ഉരുളകളെല്ലാം തന്നെ പരത്തി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റോടും കാണാൻ നല്ല മൊഞ്ചോടും കൂടിയ പൂരി മസാല അല്ലെങ്കിൽ പൂരി ബാജി ഇവിടെ റെഡിയാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല കുമിളച്ച പൂരി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.